LDF-ന് കനത്ത തിരിച്ചടിയാണ് വടകരയിൽ ഷാഫിയിലൂടെ UDF നൽകിയത്. CPM-ന്റെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ KK ശൈലജയെ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ മറികടന്നു. വടകരയിൽ, തലശ്ശേരിയിൽ ഒഴികെ മറ്റ് 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഷാഫിക്കായി എന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഷാഫി പറമ്പിലും KK ശൈലജയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, പ്രവചനാതീതമായ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നിരുന്ന പ്രവചനങ്ങൾ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള വിശകലനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. രഞ്ജിത്ത് ഉൾപ്പെടെ ആവർത്തിച്ചതും അതാണ്. പക്ഷേ ഷാഫിയുടെ ജയം നോക്കൂ, 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് അജയ്യനായി ഷാഫി ജയിച്ചു വരികയാണ്, കരുത്തുകാട്ടിയാണ്. KK ശൈലജ ഒരു ഘട്ടത്തിൽ പോലും, ആദ്യഘട്ടത്തിൽ തുടക്കത്തിൽ നിന്നെങ്കിൽ പോലും ബാക്കി എല്ലാ ഘട്ടങ്ങളിലും അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ വടകര എന്ന വൻകര നേടിയെടുത്തത്. എന്തുകൊണ്ടാണ് KK ശൈലജയ്ക്ക് ഒരു വിധത്തിലും അവിടെ ഷാഫി പറമ്പിലിനെ എതിരിടാൻ സാധിക്കാതിരുന്നത്? CPIM-ന്റെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് KK ശൈലജ. പാർട്ടി കാര്യമായ രീതിയിൽ പുനർവിചിന്തനം നടത്തേണ്ട ഒരു മണ്ഡലമാണ് വടകര. ഒരു താത്വിക അവലോകനത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം സംസ്ഥാനത്ത് വ്യാപകമായി UDF തരംഗമായിരുന്നു. നമ്മൾ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന പോലെ ഇരട്ട ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് അലയടിച്ചത്. അതൊന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള, BJP സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായി പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. ആ ഭരണവിരുദ്ധ വികാരത്തിൽ സ്വാഭാവികമായിട്ടും മറ്റെല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചതുപോലെ ഒരു പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് CPM ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ആലത്തൂരിന് സമാനമായി കടന്നുകൂടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ആലത്തൂരിൽ രാധാകൃഷ്ണനെ പോലെ നല്ല ഇമേജുള്ള ഒരു മന്ത്രിയെ തന്നെ കളത്തിലിറക്കി ആലത്തൂർ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതുപോലെ തന്നെ വടകരയിലും നല്ല ഇമേജുള്ള ശൈല ടീച്ചറെ തന്നെ കളത്തിലിറക്കി വടകര പിടിക്കാം, ഈ ഭരണവിരുദ്ധ വികാരത്തിനിടയിലും പിടിക്കാം എന്നാണ് കരുതിയത്. പക്ഷേ ആലത്തൂരിൽ BJP CPM-നെ തുണച്ചു. കാരണം BJP 1 ലക്ഷത്തോളം വോട്ട് അവിടെ പിടിച്ചു. സ്വാഭാവികമായിട്ടും രമ്യ ഹരിദാസിന്റെ വോട്ട് കുറയുകയും അത് രാധാകൃഷ്ണന് തുണയാവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ വടകരയിൽ അങ്ങനെ സംഭവിച്ചില്ല. വടകരയിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഷാഫിക്ക് അനുകൂലമായി, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും, ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും പങ്കിട്ടു പോയില്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ഷാഫി പറമ്പിലിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ മറ്റ് ഫാക്ടറുകളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമുണ്ട്, അക്രമ രാഷ്ട്രീയം വടകരയിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ വടകരയുടെ സ്വാഭാവികമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, അത് CPM-നെതിരാണ്. ഈ TP ചന്ദ്രശേഖരന്റെ വധക്കേസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ CPM-നെതിരായ കാര്യങ്ങളാണ്. അതൊന്നും മറികടക്കാൻ ഈ ഭരണവിരുദ്ധ വികാരത്തിനിടെ ശൈല ടീച്ചർക്ക് സാധിച്ചില്ല. ശൈല ടീച്ചറുടെ മാത്രം ഇമേജിൽ കയറിപ്പോകാവുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല സംസ്ഥാനത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. നമുക്കറിയാം, കൂത്തുപറമ്പിൽ പോലും ഷാഫി പറമ്പിലാണ് ഏകദേശം 9,000 വോട്ട്, 10,000-ഓളം വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നത്. തലശ്ശേരിയിൽ മാത്രമാണ് ശൈല ടീച്ചർക്ക് ഒരു അല്പം എഡ്ജുണ്ടായത്, അതും 8,000 ചില്ലുവാനം വോട്ടുകൾക്കാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും കൊയിലാണ്ടിയിലൊക്കെ 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. അതുപോലെ നാദാപുരത്ത് 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് നിലനിർത്താൻ പറ്റി. പോസ്റ്റൽ വോട്ടിൽ മാത്രമാണ് ശൈല ടീച്ചർക്ക് ഒരു അല്പം എഡ്ജുള്ളത്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. തുടക്കത്തിലൊക്കെ ശൈല ടീച്ചർ കയറി നിന്നത് ആ പോസ്റ്റൽ വോട്ടിൻ്റെ ബലത്തിലാണ്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഷാഫി പറമ്പിലിന്റെ വിജയമായിരുന്നു. ഏതായാലും CPM സംസ്ഥാന വ്യാപകമായി വിലയിരുത്തുന്ന കൂട്ടത്തിൽ വിലയിരുത്തേണ്ട ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്നുള്ള കാര്യം തീർച്ചയാണ്. ഓക്കെ, വ്യക്തമാണ്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഷാഫിയുടെ വിജയം ആധികാരികമാണ്. KK ശൈലജയ്ക്ക് ഒരു വിധത്തിലും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല ഷാഫിക്കെതിരെ എന്നുള്ളത്. വടകരയിലും കരുത്തനാണ് ഷാഫി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും.